ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നല്ല രുചിയുള്ള ഒരു അടിപൊളി പലഹാരമാണ് കേട്ടോ. ഇതിനായിട്ട് ഒരു പാനിലേക്ക് 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കൂടെ തന്നെ 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനിതാ നമ്മുടെ വെള്ളമൊക്കെ നല്ലപോലെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് 1 കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഈ സമയം ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് മറന്നു പോവല്ലേ. നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടിത് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു വലിയ സ്പൂൺ നെയ്യാണ്. നെയ്യുടെ അളവൊക്കെ കുറച്ച് കൂടിയാലും നല്ലത് തന്നെയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും 1/2 കപ്പ് തേങ്ങ ചിരുകിയതും 4 സ്ലൈസ് ബ്രെഡ് മിക്സിയിൽ ഇതുപോലെ പൊടിച്ചെടുത്തതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ 1-2 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാവേ. ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1/4 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ. ഇത് ഓർഗാനിക് പഞ്ചസാരയാണ്, അതാണ് ഒരു കളർ മാറ്റം. ഇനിതാ നമുക്കിതെല്ലാം കൂടെ 1 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഈ ഒരു പാകമായ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതും തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ അരിപ്പൊടിയുടെ മാവില്ലേ, ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ നമുക്കിത് കൈ വെച്ചിട്ട് നന്നായി തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. ഇതായി മാവിൽ നിന്നും ചെറിയൊരു ഉരുളയാക്കി എടുത്ത ശേഷം ഇതുപോലെ ഷേപ്പാക്കിയിട്ട് എടുക്കാം. ഇനി ഇതിനുള്ളിലായിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങയുടെയും ബ്രെഡിൻ്റെയും ആ ഒരു കൂട്ടില്ലേ, ഇതിൽ നിന്നും കുറച്ചെടുത്ത് ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കാം. നമുക്കിതിന് ഇഷ്ടമുള്ള ഷേപ്പ് കൊടുക്കാവേ. ഞാൻ കണ്ടോ ഇതുപോലെയാണ് ചെയ്യണത്. ഇനി നമുക്ക് അടുത്തതായിട്ട് എടുക്കേണ്ടത് വാഴയിലയാണ്. വാഴയില ഇങ്ങനെ ഒന്ന് കമഴ്ത്തി ഇട്ട ശേഷം ഇതിനുള്ളിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് 2 സൈഡിൽ നിന്നും മടക്കി കൊടുക്കാവേ. ഇതുപോലെ മടക്കി കൊടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോകാതിരിക്കാനായിട്ട് വാഴയിലയൊന്ന് വാട്ടിയിട്ടെടുത്താലും നല്ലത് തന്നെയാണ്. കാണാനായിട്ടൊരു ഭംഗിക്ക് വേണ്ടി മാത്രം ഇങ്ങനെ ചെയ്യണമെന്നേ ഉള്ളൂ. ഇങ്ങനെ ചെയ്യാനായിട്ടും നല്ല എളുപ്പമല്ലേ. അതുപോലെ വാഴയിലയിൽ തന്നെ ഇത് വേവിച്ചിട്ട് എടുക്കണമെന്നും നിർബന്ധമൊന്നുമില്ല കേട്ടോ. വാഴയില ഇല്ലാതെ വേവിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചാണ് കേട്ടോ ഇത് വേവിച്ചിട്ടെടുക്കുന്നത്. ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ഒഴിച്ച് കൊടുത്ത ശേഷം നമ്മുടെ ഈ വെള്ളമൊക്കെ ചെറുതായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിത് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിൽ 15 മിനിറ്റ്. അപ്പോഴേക്കും തന്നെ നമുക്കിത് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ഈ ഒരു പാകമായ മതിയേ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടിത് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു പലഹാരം. നമ്മളിതിനുള്ളിലായിട്ട് ബ്രെഡ് പൊടിയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ കഴിക്കാനായിട്ടും ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും തന്നെ ഒരുപാട് ഇഷ്ടമാകും. ഇതുവരെ ഇതുപോലെ ബ്രെഡൊക്കെ ചേർത്തിട്ട് നമ്മുടെ ഈ കൊഴുക്കട്ട തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണേ. എന്നിട്ട് അഭിപ്രായം പറയാനും മറക്കല്ലേ. താങ്ക്